ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ ബോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ട്. അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തേക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗീ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ പാനിൽ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ആകുന്ന വരെ നമുക്കൊന്ന് ഈ ഗീട്ടിട്ട് ഒന്ന് എടുത്ത് കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുന്ന വരെ നല്ലപോലെ എടുത്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോളൊക്കെ കഴിയുമ്പോൾ പറ്റി കഴിയും, അല്ലെങ്കിൽ ഇതൊക്കെ ഇനി പെട്ടായിട്ട് ഞാൻ മൈദപ്പൊടി ഇട്ട് ഉപ്പ് പിന്നെ അല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ 2 മാവ് കുറച്ചിട്ടുള്ളതാണ്. ഇനി ആയിട്ട് നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് ഉണ്ടാക്കിയില്ലേ, അതൊന്ന് ബോൾസാക്കി ഇട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൈദയുടെ മാവും ഒന്ന് കോളാക്കി ഇട്ടിട്ട് ജസ്റ്റ് സെറ്റലൊന്ന് പ്രസ് ചെയ്ത് എന്നിട്ട് നമ്മൾ ചെയ്യുക. നേരത്തെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഉള്ളിൽ വെക്കാം. എന്നിട്ട് ഉള്ളിലാക്കിയിട്ട് ഒന്ന് കോളാക്കിയിരിക്കുക. ഈ രീതിയിൽ കോളാക്കിയിട്ട് നമുക്കൊന്ന് പറ്റിയെടുക്കാം. ഞാൻ പ്രസ്സിലാണ് പറ്റുന്നത്. ഈ രീതിയിൽ ഒന്ന് പറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് ചുട്ടിക്കുക. ഇനി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ബോളിയിലേക്ക് നമ്മൾ പായസം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്.